വെൽക്കം ബാക്ക് ടു ജെ സി ഫിറ്റ്നസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. നമ്മൾ സൺഡേ ആയിട്ട് നമ്മുടെ പരിപാടിയെല്ലാം ഒരുവിധം സ്റ്റോപ്പായ സമയത്ത് ഇന്ന് നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമ്പനിയുടെ സ്പോർട്സ് ഡേ ആയതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന രീതി നിന്നെയാണ്. അപ്പം തന്നെ നമ്മുടെ ബാബുച്ചേട്ടൻ വന്നു. അപ്പം അങ്ങോട്ട് പോകുന്നൊരു വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. അങ്ങോട്ട് പോയെന്ന് വെച്ചാൽ ഒരു 12 മണിക്ക് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ആ സമയത്ത് നമ്മുടെ കൂടെ ബാബുച്ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രീൻഫീൽഡ് കമ്മ്യൂണിറ്റി ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പോയത്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്കൂളാണ്. ഞാനിവിടെ നേരത്തെയും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഒന്നൊന്നര ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് നീറ്റ്നെസ് ആയാലും എല്ലാം ഉള്ളൊരു ഗ്രൗണ്ടാണ്. ഞാൻ അവിടെ ചുറ്റുപാടൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. അവിടുത്തെ സ്റ്റേഡിയത്തിൻ്റെ രീതിയിലുള്ളൊരു ഗ്രൗണ്ട് എന്ന് പറയാം. അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റ്നെസ്സാണ്, നമ്മൾ അട്രാക്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഗ്രൗണ്ടാണ്. ഞാൻ ജസ്റ്റ് ചുറ്റും ഒന്ന് നോക്കി. പിന്നെ നമ്മൾ സ്ട്രൈവ്, അതിന് തൊട്ടപ്പുറത്ത് തന്നെ സ്ട്രൈവ് ഫോർ സക്സസ് എന്ന് പറഞ്ഞ് സ്പോർട്സ് ഹാളുണ്ട് അവിടോട്ട് നമ്മൾ കയറുന്ന വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. അവിടെയാണ് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം ഉള്ളതും ബാഡ്മിൻ്റൻ്റെ ടൂർണമെൻറ്റ് നടക്കുന്നതും, ഫൈനൽ ടൂർണമെൻറ്റ്. അപ്പോൾ നമ്മൾ പോകുന്ന വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. അവിടെ കയറുമ്പോൾ തന്നെ വേറൊരു ഫീലിംഗാണ്. എന്ന് വെച്ചാൽ ഇൻഡോർ സ്റ്റേഡിയം എന്ന് വെച്ചാൽ ഒന്നൊന്നര ഇൻഡോർ സ്റ്റേഡിയമാണ്. അത്യാവശ്യം നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഏരിയസ് ഉണ്ട്. ഡബിൾസും സിംഗിൾസും കളിക്കുന്ന രീതിയിലുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഫിറ്റ്നസ് ക്ലബ്ബും ഉണ്ട്, ജിമ്മും. അത്യാവശ്യം മൾട്ടിനാഷണൽ ലെവലുള്ള ഒരു ഫിറ്റ്നസ് ക്ലബ്ബാണത്. അവിടെ ജിം എക്യുപ്മെൻറ്റ്സ് വെച്ച് വേറെ ലെവലാണ്. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് അത്യാവശ്യം അവിടെ ക്ലോസ് ചെയ്ത് വെക്കുക, നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അപ്പം തന്നെ അവർ പ്രാക്ടീസ് തുടങ്ങി. ഒന്നൊന്നര പ്രാക്ടീസായിരുന്നു. നമുക്കെല്ലാം സപ്പോർട്ട് ചെയ്യാനേ പറ്റും. നമുക്കിപ്പം പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന രീതി നിന്നെയാണ്. ആ സമയത്ത് തന്നെ അവർ പ്ലേയിങ് തുടങ്ങി. അത്യാവശ്യം 2 ടീമും സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലാണ് നിന്നത്. നമ്മളിപ്പം ബാഡ്മിൻ്റൺ കളിക്കുന്നില്ല. കാരണം നമ്മുടെ പ്രൊഫഷൻ എന്ന് വെച്ചാൽ വോളിബോളാണ്. അതുകൊണ്ട് നമ്മൾ ബാഡ്മിൻ്റൺ സപ്പോർട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം നമ്മൾ അവിടെ കളി തീരുന്നവരെ എന്ന് വെച്ചാൽ അവിടെ ഫുള്ള് ബാഡ്മിൻ്റൻ്റെ പ്ലേ തീരുന്നവരെ നമ്മളവിടെ നിന്ന് നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഇടയ്ക്ക് വെളിയിലോട്ടൊക്കെ പോയി. ആ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ അത്യാവശ്യം ഫൈനലി അവർ ടൂർണമെൻറ്റ് അവർ വിജയിച്ച്, നമ്മുടെ ടീം വിജയിച്ച്. നമ്മളൊരു കൂട്ടുകാരനുണ്ട് അതിനകത്ത്. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത്. പിന്നെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് അവരെന്നെ ഫോട്ടോ എടുക്കാനൊക്കെ വിളിച്ച് ആ വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് നിമിഷം വരെ ഞാൻ അവിടെ നിന്ന് ടൂർണമെൻറ്റ് കഴിയുന്നവരെ നിന്ന് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ റൂമിലോട്ട് മടങ്ങി. ഇനി അടുത്ത പ്രാവശ്യം ഞാനും പങ്കെടുക്കും വോളിബോളിൽ.